ഇപ്പോൾ കിട്ടിയ ഒരു ദുഃഖകരമായ വാർത്തയിലേക്കാണ്. നടി മീന ഗണേഷ് അന്തരിച്ചു. ഷൊർണൂർ PK ദാസ് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. 81 വയസ്സായിരുന്നു. നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരമാണ് മീന ഗണേഷ്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, നന്ദനം, മീശമാധവൻ, കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പ്രശസ്ത നാടക കലാകാരൻ AN ഗണേഷാണ് മീന ഗണേഷിന്റെ ഭർത്താവ്. വിവരങ്ങളുമായി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, നമുക്കറിയാം അവസാന നാളുകളിൽ വലിയ ദുരിതത്തിലായിരുന്നു. കുറേയധികം അസുഖങ്ങൾ ഉണ്ടായിരുന്നു, അലട്ടിയിരുന്നു. മാനസികമായും വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. സിനിമകളിലൊന്നും അഭിനയിച്ചിരുന്നില്ല കഴിഞ്ഞ 4 വർഷങ്ങളായി. എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? തീർച്ചയായും മലയാള സിനിമാ ലോകത്ത് തന്നെ വലിയൊരു വേദനരാഴ്ത്തിയാണ് പ്രശസ്ത നടി മീന ഗണേഷ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഷൊർണൂർ PK ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. നിരവധി കഥാപാത്രങ്ങൾ ഇക്കണ്ട കാലയളവിൽ മലയാള സിനിമയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 82 വയസ്സായിരുന്നു മരിക്കുമ്പോൾ. വാസന്തി, ലക്ഷ്മി പിന്നെ ഞാനും, നന്ദനം, മീശമാധവൻ, കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളാണ് കാഴ്ചവെച്ചത്. എന്നും പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വേഷങ്ങളായിരുന്നു അവയെല്ലാം. ആരോഗ്യപരമായ കാരണങ്ങളാൽ കുറച്ചു വർഷങ്ങളായി അഭിനയ രംഗത്തൊന്നും മാറി നിൽക്കുകയായിരുന്നു മീന ഗണേഷ്. നാടകരംഗത്ത് സജീവമായിരുന്ന മീന ഗണേഷ് 1976 ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത്. മഴമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തിലേക്ക് എത്തുന്നത്. പിന്നെ 91 മുഖചിത്രം എന്ന ചിത്രത്തിൽ പാത്തുമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സജീവമായി മലയാള സിനിമയിൽ. ഇക്കണ്ട കാലയളവിൽ 100ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവർ. വാസന്തിയും ലക്ഷ്മി പിന്നെ ഞാനും, വാൽക്കണ്ണാടി, നന്ദനം, മീശമാധവൻ തുടങ്ങിയ സിനിമകളിലെ വേഷങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധ നേടിയിരുന്നു. എന്തുതന്നെയായാലും മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടമാണ് മീന ഗണേഷിന്റെ വിടവാങ്ങൽ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അശ്വതി, അതാണ്. എന്തായാലും മീന ഗണേഷിനെ കുറിച്ച് പറയുമ്പോൾ അവർ അവസാന നാളുകളിൽ വലിയ ദുഃഖത്തിലായിരുന്നു, വലിയ പ്രയാസത്തിലായിരുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായി പോലും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ അവരുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. കലാഭവൻ മണിയുമായി നമുക്കറിയാം നിരവധി സിനിമകൾ കലാഭവൻ മണിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കലാഭവൻ മണിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. കലാഭവൻ മണിയുടെ വിയോഗമൊന്നും താങ്ങാനാകുന്നില്ല തനിക്ക് എന്ന് മീന ഗണേഷ് നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഒപ്പം ഈ സമയത്ത് എൻ്റെ മണി ഉണ്ടായിരുന്നെങ്കിൽ എന്നതടക്കമുള്ള അവരുടെ വാക്കുകൾ, ഇനി എനിക്ക് ജീവിക്കേണ്ട, മുന്നോട്ട് പോകണ്ട എന്ന് പല അവസരങ്ങളിലും മീന ഗണേഷ് പറഞ്ഞിരുന്നു. കാരണം പരസഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. സിനിമ അഭിനയം നടക്കുന്നില്ല, അതിന് ഞാൻ ഇപ്പോൾ എനിക്ക് പറ്റുന്ന അവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും ഏറെ പ്രയാസത്തിലായിരുന്നു. ഇപ്പോൾ അവർ മരിച്ചു എന്ന വാർത്ത അത് പുറത്തു വരികയാണ്. ഉച്ച കഴിഞ്ഞ് ഷൊർണൂരിലാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അറിയുന്നു. വിഷ്ണു, ഈ മീന ഗണേഷ് ആശുപത്രിയിലായിരുന്നോ നേരത്തെ, അതോ അസുഖബാധിതയായി പെട്ടെന്ന് കൊണ്ടുപോയതാണോ? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരി, എന്തായാലും മീന ഗണേഷ് അന്തരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിരവധി സിനിമകൾ, അഭിനയിച്ച സിനിമകൾ, 100ഓളം സിനിമകൾ അവർ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം മലയാളി പ്രേക്ഷകന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. ദുഷ്ടയായ അമ്മയായും നെഗറ്റീവ് റോളുകളും ഏതുമാകട്ടെ, ഹാസ്യമായാലും നന്ദനത്തിലൊക്കെ നമുക്കറിയാം നിരവധി ഡയലോഗുകളിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച അമ്മയാണ് ഇപ്പോൾ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. മീന ഗണേഷ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിരവധി സീരിയലുകളിലും ഈ സിനിമ അതിനുശേഷം അഭിനയിച്ചിരുന്നു. പിന്നീട് അസുഖബാധിതയായ ശേഷം അഭിനയ രംഗത്തേക്ക് വരാൻ കഴിയുന്നില്ല തനിക്ക്, എങ്കിലും വലിയ ബുദ്ധിമുട്ടിലാണ് എന്ന രീതിയിലൊക്കെ മീന ഗണേഷ് പ്രതികരിച്ചിരുന്നു. ഈ അവസാന നാളുകളിൽ ഒരു വർഷങ്ങളായി 5-6 വർഷങ്ങളായി ഇപ്പോൾ ഒരിടത്തും അഭിനയത്തിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നു. കുടുംബവുമായും അത്ര രസത്തിലല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവരെ സഹായിക്കാൻ അവസാന നാളുകളിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ അവരുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഹരികൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, 100ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും നമുക്ക് ആ മുഖത്തെ ഭാവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ അമ്മയാണ് ഇപ്പോൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഹരിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളൊക്കെ ഏതൊക്കെയാണ്?
പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കലാഭവൻ മണി എന്ന നടനുമായി മീന ഗണേഷിനുണ്ടായിരുന്ന ഒരു ആത്മബന്ധം എന്ത് അവസാന നാളുകളിൽ പോലും മീന ഗണേഷ് ഓർത്തിരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം 6 ചിത്രങ്ങളാണ് കലാഭവൻ മണിയോടൊപ്പം തന്നെ മീന ഗണേഷ് അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീന ഗണേഷ് എന്ന പേര് നമ്മൾ ആദ്യം ഓർത്തെടുക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ചിത്രം തന്നെ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനുമാണ്. അത് നിസ്സംശയം പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 200ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും കലാഭവൻ മണിയുമായുള്ള ആ ചിത്രത്തിൽ തന്നെയുള്ള രംഗങ്ങൾ ഇപ്പോഴും നമ്മൾ നൊമ്പരപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ മീന ഗണേഷ് എന്ന അഭിനേത്രിയുടെ ഒരു വൈവിധ്യം അതിൽ ആ സിനിമയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ കോമഡി കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ മറ്റൊരു അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത്. കാരണം ആ സമയത്തൊക്കെ പ്രത്യേകിച്ച് ക്യാരക്ടർ ആർട്ടിസ്റ്റുകളായിട്ട് മാറുമ്പോൾ അതിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതെ അതിൽ നിന്ന് മാറി കോമഡി വേഷങ്ങളും നൊമ്പരപ്പെടുത്തുന്ന വേഷങ്ങളും ഒക്കെ തന്നെ മീന ഗണേഷ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. 200ഓളം സിനിമകളിൽ അഭിനയിച്ചു. അതോടൊപ്പം തന്നെ സീരിയൽ പരമ്പരകളിലൊക്കെ തന്നെ മീന ഗണേഷ് സജീവമായിരുന്നു. അതിന് പിന്നാലെയാണ് തീരെ വയ്യാതെയാവുകയും സിനിമ ജീവിതത്തിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയിലേക്കും മാറുന്നത്. നാടകത്തിലൂടെ സിനിമയിലേക്ക് വന്ന നടിയാണ്. നാടകവേദികളിൽ തന്നെ ആയിരുന്നു മീന ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടവും കൂടി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പ്രണയിക്കുന്നതും ഭർത്താവുമായിട്ടുള്ള ജീവിതം ആരംഭിക്കുന്നതും 39 വർഷത്തോളമുള്ള ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നതും ഒക്കെ തന്നെ ആ നാടക ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു മീന ഗണേഷിനെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് സിനിമകളിലേക്ക് വന്നപ്പോഴേക്കും ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ എന്ന റോളിലേക്ക് തന്നെ മീന ഗണേഷ് മാറുകയും ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന കൈനീട്ടത്തിലാണ് മീന ഗണേഷ് തൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മീന ഗണേഷ് അവസാനമായ ഒരു അഭിമുഖം നൽകിയത്. ആ അഭിമുഖത്തിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം അമ്മയിൽ നിന്ന് ലഭിച്ച കൈനീട്ടം കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം തന്നെ ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു ആളോട് പോയി സഹായം ചോദിക്കാൻ താല്പര്യമില്ല. അതോടൊപ്പം തന്നെ കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് മീന ഗണേഷ് എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ വ്യക്തമാണ് ഇരുവരും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച്, ഇരുവരും തമ്മിൽ എത്രമാത്രമായിരുന്നു ഒരു ആത്മബന്ധം എന്നത് സംബന്ധിച്ചും ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമാ മേഖലയിൽ നിന്ന് നമ്മൾ സൂചിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സിനിമകളായ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനുമായിക്കോട്ടെ, നന്ദനമായിക്കോട്ടെ, അങ്ങനെ ഈ എടുത്തു പറയുന്ന സിനിമകൾ, കരുമാടിക്കുട്ടൻ ഉൾപ്പെടെയുള്ള വേദിയിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോഴുള്ള ഒരു ഗുണം എപ്പോഴും നമ്മളൊരു പ്ലസ് ആയി പറയുന്ന കാര്യം അത് മീന ഗണേഷിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ക്യാമറ മുന്നിലുണ്ട് എന്ന് നമുക്ക് തോന്നാത്ത രീതിയിലുള്ള അഭിനയം. അത് ഹരി പറഞ്ഞതുപോലെ അത് കോമഡി ആയാലും അത് സങ്കടമായാലും എന്തായാലും അത് അങ്ങനെ തന്നെ ചെയ്തു വെക്കുന്ന ഒരു നടി കൂടിയായിരുന്നു മീന ഗണേഷ്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. നമ്മൾ എടുത്ത് സൂചിപ്പിക്കുമ്പോൾ പോലും മലയാളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ലെജൻഡറി താരങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നവരെ ഒക്കെ തന്നെ നാടകവേദികളിൽ നിന്ന് വന്ന അവരൊക്കെ തിയേറ്റർ ആർട്ടിസ്റ്റുകൾ തന്നെയാണെന്നുള്ളത് നമുക്ക് എടുത്ത് ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുക, ക്യാമറ മറന്നുകൊണ്ട് അഭിനയിക്കുക, കൈമൈ മറന്ന് ആളുകളിലേക്ക് ഭാവപ്രകടനങ്ങളോടുകൂടി എത്തുക, ഇതൊക്കെ തന്നെ നമുക്ക് ഈ നാടകങ്ങളിൽ നിന്നും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. അതൊക്കെ തന്നെ ഇതുപോലെ സിനിമകളിലേക്ക് വരുമ്പോഴേക്കും പരമ്പരകളിലേക്ക് വരുമ്പോഴൊക്കെ തന്നെ താരങ്ങൾ നിന്നും ലഭിക്കുമ്പോൾ ഒരു സ്വാഭാവികമായ രീതിയിൽ ഒരു നടനം നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് മീന ഗണേഷിൽ നിന്നും കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല സംവിധായകൻ വിനയനെയും പറ്റി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. വിനയന്റെ ചിത്രങ്ങളിലൊക്കെ തന്നെ മീന ഗണേഷും ഒരു സജീവ സാന്നിധ്യം കൂടിയായിരുന്നു. അതും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ 1-2 സീനുകളിൽ നിന്നും ഒഴിച്ചു മാറ്റാതെ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ തന്നെ സംവിധായകനായ വിനയൻ മീന ഗണേഷിനെ കാസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെറുതും വലുതുമായ ഒട്ടനവധി വേഷങ്ങളിലൂടെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ്. ഹരി, എന്തായാലും 81ാമത്തെ വയസ്സിൽ മീന ഗണേഷ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഷൊർണൂരിലാണ് സംസ്കാരം.